ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ കണ്ണൂരുകാരുടെ സീറപ്പം അല്ലെങ്കിൽ സിൻസിലായി കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി പലഹാരമാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ശരിക്കും കണ്ണൂർ സൈഡിലാണ് കേട്ടോ കൂടുതലായിട്ട് ഭയങ്കര ഫേമസ്. നമുക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് 7ാം മാസ ചടങ്ങിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം ആട്ടെ ഈ ഒരു സിൻസിലായി അല്ലെങ്കിൽ സീറപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏതൊക്കെ നാട്ടിലുള്ളത് എന്നുള്ളത് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സിൻസിലായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 250 ml സെയിം മെഷറിംഗ് കപ്പ് തന്നെ 1 കപ്പ് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക്. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ കുതിരാൻ വേണ്ടി വെക്കുക. എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ അരി ഉഴുന്നൊക്കെ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലെ വെള്ളം മൊത്തത്തിൽ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ കുതിർന്നതിന് ശേഷം വീണ്ടും കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ദിവസമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വേണ്ടിയിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഒന്നിച്ചിട്ട് അരക്കേണ്ട, കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഫൈനായിട്ട് അരഞ്ഞും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്. നമ്മൾ കുടഞ്ഞു കൊടുക്കുന്ന പോലെ വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടോട്ടൽ എനിക്ക് എത്ര വെള്ളമായി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം തന്നെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നാണ് കേട്ടോ കുറച്ച് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എനിക്ക് വെള്ളത്തിൻ്റെ അളവ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അളന്നൊഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് കുടഞ്ഞു ഒഴിച്ചു കൊടുക്കട്ടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വെള്ളം കുടിക്കണമെങ്കിൽ നമുക്കിത് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് മാവ് കണ്ടില്ല, ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബൗളിലേക്ക്. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒട്ടും തരികൾ പാടില്ല കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ അടിച്ചെടുക്കണേ. അങ്ങനെ ഓരോരോ ബാച്ചായിട്ട് ഇതാ ഞാൻ മൊത്തത്തിൽ മാവ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് മൊത്തത്തിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട്. കാരണം ഒരുപാട് കൊണ്ട് നമ്മളിത് മധുരമുള്ള ഐറ്റമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് മാത്രം മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല അടിപൊളി ഫുഡ് കളർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ള കളറായിരിക്കും കേട്ടോ അതിന്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ മതി കേട്ടോ, ഹെൽത്തി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞളൊന്നും അവിടെ ഇവിടെ കട്ട പിടിക്കാതെ നല്ലപോലെ മിക്സായി കിട്ടണം. എങ്കിലേ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളർ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു ലൂസായിരിക്കണം. ഓവർ ലൂസ് ആവാനും പാടില്ല. ഭയങ്കര തിക്കായി കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാൻ എടുത്തിട്ടുള്ള വെള്ളം 1 കപ്പിൽ നിന്ന് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമാണ്. ബാക്കി ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ഓരോരുത്തരെടുക്കുന്ന അരിയൊക്കെ ചെറിയ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാൻ ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ. അതേ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഏലക്കായും കൂടി ഒന്നങ്ങ് കുത്തിയെടുത്തിട്ട് നടുവ് കീറിയിട്ടങ്ങ് കുത്തിയെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഏലക്കായ വേണ്ട കേട്ടോ, അപ്പോൾ ഫ്ലേവർ ആകപ്പാടെ മാറിപ്പോവും. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ ഇതിന് സീറ എന്നാണ് കേട്ടോ പറയുക. പഞ്ചസാര സീറ എന്നാണ് ഷുഗർ സിറപ്പിന് പറയാറ്. അപ്പോൾ ഇതിൽ നമ്മൾ മുക്കിയെടുത്ത് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇതിന് സീറപ്പ് എന്ന് പേര് വന്നിട്ടുള്ളത് കേട്ടോ. സീറപ്പം അല്ലെങ്കിൽ സിൻസിലായി എന്ന് പറയും. അപ്പോൾ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒറ്റനൂൽ പരിവോ അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. ജസ്റ്റ് പഞ്ചസാര എല്ലാം കൂടി ഒന്ന് മെൽട്ടായി ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അങ്ങ് തിള വന്നില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത്രയേ പരിപാടിയുള്ളൂ.
ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സീറപ്പം ചുറ്റിച്ചെടുക്കാം. അതായത് നമുക്ക് ജിലേബിയുടെ ഷേപ്പിലാക്കിയിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഒഴിക്കുന്ന സമയത്ത് ഒരൊറ്റ ഫ്ലോയിൽ ഇങ്ങനെ അങ്ങ് വേകണം കേട്ടോ. ഇതാണ് നമ്മുടെ ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ ഇതിൽ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സീറപ്പം ചെയ്തെടുക്കുന്നത് ചിരട്ടയിലാണ് കേട്ടോ. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതിയാണ്. ചിരട്ടയ്ക്ക് ഇതുപോലത്തെ കുറച്ച് വലിയ ഹോളായിട്ട് ഇട്ട് കൊടുക്കുക. നേരിയ ഹോൾ ഇടരുത് കേട്ടോ. അപ്പോൾ ജിലേബി പോലെ നേരിയതായിപ്പോൾ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഹോൾ ഇടണം. കാരണം കുറച്ച് കട്ടിയിലാണ് ഈ ഒരു സീറപ്പ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ ചിരട്ട. ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ഈ ഒരു ഹോള് നമ്മുടെ വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് അടിയിൽ കൂടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് എത്രത്തോളം മാവ് വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതൊരു പാനിൽ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ പതുക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചുറ്റിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗില്ലേ അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് അങ്ങനെ ചുറ്റിച്ചാലും മതി. അത് ഏതാണോ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ അതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഓവർ തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ചുറ്റിച്ച് ലാസ്റ്റ് വരുന്ന ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ ജോയിൻ്റായി ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അരി ഉഴുന്നൊക്കെ ഉള്ളതല്ല, അത്യാവശ്യം വേവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ തിരിച്ച് ഒരു ഭാഗം ഒന്ന് സൈഡ് സെറ്റായി കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരെ കുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനനുസരിച്ച് നല്ല ക്രിസ്പി ആവും കേട്ടോ. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഓവറായിട്ട് കളർ അങ്ങനെ മാറ്റിയെടുക്കുന്നില്ല, എന്നാൽ നല്ലോണം വെന്ത് അത്യാവശ്യം ക്രിസ്പി ആയിട്ട് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സീറപ്പം അല്ലെങ്കിൽ സിൻസിലായി ഒരെണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാനിൽ ഇതുപോലെ പതുക്കെ എണ്ണയൊക്കെ വാർത്തെടുത്തിട്ട് കോരിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി നോക്കി നല്ല രസമില്ല കാണാൻ വേണ്ടി ചുറ്റിച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ ശരിക്കും ഭംഗിയുണ്ടാകുക. അപ്പോൾ എണ്ണ മൊത്തത്തിൽ പോയതിന് ശേഷം ചൂടോടെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പില്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ അതിലേക്ക് ഇതുപോലെ ഇട്ട് വെക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കുക. അപ്പോൾ സിൻസിലായി ചുടുമ്പം ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ സിൻസിലായി ചുറ്റിച്ചെടുക്കാൻ പോകുമല്ലോ, ആ ചുറ്റിച്ചെടുക്കുന്ന സമയം വരെ ഇത് അതിൽ കിടന്നോട്ടെ. എന്നിട്ട് മാത്രം ഇതിൽ നിന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ മതി. എങ്കിൽ ഷുഗർ സിറപ്പ് ഉള്ളിലെല്ലാം വലിച്ചെടുക്കില്ല. അപ്പോൾ ചൂടോടെ തന്നെ ഇങ്ങനെ ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്ത സിൻസിലായി നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാം. പിന്നെ ഒരൊറ്റ കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചിരട്ടയിൽ ആദ്യം നമ്മൾ സിൻസിലായി ചുറ്റിച്ച് കഴിഞ്ഞാൽ എന്തായാലും മാവ് കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ മാവ് ഡയറക്റ്റ് അതിൽ വെക്കാതെ അതിൽ നിന്ന് കോരിയിട്ട് നമ്മുടെ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടെല്ലാം കൂടി മാവ് അടുത്ത് ചിരട്ടയിലേക്ക് മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അതിൽ തന്നെ ഫസ്റ്റത്തെ മാവ് തന്നെ വീണ്ടും നിങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ചിരട്ടയുടെ ഹോൾ അടയാൻ ചാൻസ് ഉണ്ട്. അതായത് കുറച്ച് ഡ്രൈ ആയ പോലെ മാവാവുമല്ലോ. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടെ. എങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഷേപ്പിൽ ചുറ്റിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സംഭവം സിമ്പിളാണ്, പക്ഷെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഇതുപോലെ ചുറ്റിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ സീറപ്പം അല്ലെങ്കിൽ സിൻസിലായി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും എല്ലാവരും പുതിയ സ്നാക്സും പുതിയ ഐറ്റംസും അല്ലേ പരീക്ഷിക്കാറുള്ളൂ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സിൻ്റെ രുചിയൊന്നും അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വീഡിയോ ഒന്ന് ഇട്ടിട്ടുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പേര് വെറൈറ്റി പേരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതൊക്കെ നാട്ടിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു സിൻസിലായി അല്ലെങ്കിൽ സിറപ്പ് എന്ന് പറയുന്നത് ട്രഡീഷണലായിട്ട് ഭയങ്കര വലുപ്പമുള്ള സൈസിലെ പോലും ഉണ്ടാക്കുക. അതായത് ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പാൻ്റെ വലുപ്പം, അതായത് നമ്മളൊരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് നിറയെ ഉണ്ടാവും പോലും, അങ്ങനെ പോലും ഉണ്ടാക്കുക. പക്ഷെ നമുക്കിപ്പം എല്ലാവർക്കും വീട്ടിൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെറിയ സൈസിൽ ചെയ്യുന്നതായിരിക്കുമല്ലോ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും എൻ്റെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.